ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ചാപ്റ്റർ 9 സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള 555 ടൈമർ ഐസിനെ കുറിച്ചാണ്. ഐസികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരുന്നു. അപ്പൊ അതിൽ നമ്മൾ ഐസിയുടെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ തന്നെ രണ്ട് തരത്തിലുള്ള ഐസികൾ ഉണ്ട് ആപ്ലിക്കേഷനെ അടിസ്ഥാനപ്പെടുത്തി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിലൊന്ന് ലീനിയർ ഐസിയും രണ്ടാമത്തെ ഡിജിറ്റൽ ഐസിയും എന്ന് പറഞ്ഞു. ലീനിയർ ഐസിക്ക് ഉദാഹരണമായ 741 കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു തീർന്നു. ഇനി ഡിജിറ്റൽ ഐസിക്ക് ഉദാഹരണമായ 555 കുറിച്ചാണ് ഈ ചാപ്റ്റർ പറയുന്നത്. അപ്പൊ അതില് 555 ടൈമർ ഐസി എന്നുള്ളത് കോമൺ ആയിട്ട് എല്ലായിടത്തും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോമൺ ടൈമർ ഐസിയുടെ നമ്പറാണ് നമ്മൾ SC/NE/NE555 എന്ന് പറയുന്നത്. ഇത് 1970 സൈനറ്റിക്സ് കോർപ്പറേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ടൈമർ ഐസിയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഐസി വളരെ പൈസ കുറവാണ്, ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഐസിയുടെ സപ്ലൈ റേഞ്ച്, എത്ര വോൾട്ടേജ് ഐസിക്ക് കൊടുക്കാമെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ +5 വോൾട്ട് മുതൽ +18 വോൾട്ട് വരെയാണ് ഐസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പവർ സപ്ലൈയുടെ റേഞ്ച് സ്ഥിതി ചെയ്യുന്നത്. ഇനി SE555 ആണെങ്കിൽ അതിന്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -55 മുതൽ 125 വരെയും, NE555 ആണെങ്കിൽ 0°C മുതൽ 70°C വരെയുമാണ് ഇവയുടെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ നിൽക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇതിന് 555 എന്നുള്ള പേര് ഐസിക്ക് കൊടുത്തിരിക്കുന്നത്? അത് കൊടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഐസിയുടെ ഫംഗ്ഷണൽ ഡയഗ്രാം അടുത്ത സ്ലൈഡിലായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതിൽ 3 5 കിലോ ഓം റെസിസ്റ്റേഴ്സ് ഉണ്ട്, വോൾട്ടേജ് ഡിവൈഡർ ആയിട്ട് ഉപയോഗിക്കുന്നു. അതിൽ നിന്നാണ് ഈ ഐസിക്ക് 555 എന്നുള്ള പേര് നമ്മൾ നൽകിയിരിക്കുന്നത്. ഇനി ഐസിയുടെ അപ്ലിക്കേഷൻസ്, ചുരുക്കം ചില അപ്ലിക്കേഷൻസ് മാത്രമേ താഴെ എഴുതിയിട്ടുള്ളൂ. വേവ് ഫോം ജനറേറ്റ് ചെയ്യാം, ടെമ്പറേച്ചർ മെഷർമെന്റ് കൺട്രോൾ, ബർഗർ അലാം, അങ്ങനെയുള്ള ഇതിൽ കൂടുതൽ തന്നെ ആപ്ലിക്കേഷൻസ് ഐസി വെച്ച് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ചേസർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കാണാം. പിന്നെ അതുപോലെ LED മാല ബൾബുകളൊക്കെ മിന്നിക്കുന്നതിനുള്ള സർക്യൂട്ടുകൾ, എല്ലാത്തിനും തന്നെ ഇത്തരം ഐസികൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു സ്ലൈഡാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേസുള്ളത്. ഐസിയുടെ ഫംഗ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം, NE555 ഫംഗ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ 3 5 കിലോ റെസിസ്റ്റേഴ്സ് വോൾട്ടേജ് ഡിവൈഡർ ആയിട്ട് വെച്ചിട്ടുണ്ട്. അതാണ് ഈ ഐസിക്ക് 555 എന്നുള്ള പേര് കൊടുക്കാൻ കാരണമായിരിക്കും. പിന്നെ ഫംഗ്ഷണൽ ഡയഗ്രത്തിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇതിന്റെ ഇന്റേണൽ സെറ്റപ്പ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫംഗ്ഷണൽ ഡയഗ്രാം വിത്ത് പിൻ ഡയഗ്രാം ആണ് അവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളും വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്ന്. ഇനി റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ടോപ്പിൽ ഒരു പ്രാക്ടിക്കൽ 555 ഐസിയുടെ 8 കാല ഐസിയുടെ ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെ പിൻ ഡയഗ്രാം എന്ന് പറയും. പിൻ ഡയഗ്രാം, പിന്നുകൾ ഏതൊക്കെയാണെന്നുള്ളത് മാത്രമായിട്ട് കാണിച്ചിട്ടുള്ള ഒരു ഡയഗ്രവും ഈ സ്ലൈഡിൽ തന്നെ ഉണ്ട്. ഇനി ആ നേരത്തെ കണ്ട പിൻ ഡയഗ്രത്തിലെ പിൻ എക്സ്പ്ലനേഷൻ ആണ് ഈ സ്ലൈഡിൽ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തത് ഐസിയുടെ പിൻ നമ്പർ 1 ഗ്രൗണ്ട് ടെർമിനലാണ്, എർത്തിങ് നെഗറ്റീവ് ആണ്, അവിടെ നമ്മൾ പവർ സപ്ലൈ നെഗറ്റീവ് വോൾട്ടേജ് ആണ് കൊടുക്കുക. പിന്നെ പിൻ നമ്പർ 2 എന്ന് പറയുന്നത് ട്രിഗർ എന്ന് പറയുന്ന ഇതായിട്ടാണ് നമ്മൾ വിളിക്കുക. അതായത് പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ് ആണ് നമ്മൾ ഈ പിന്നിലോട്ട് അപ്ലൈ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ഐസിയെ മാറ്റാം. പിൻ നമ്പർ 3 ഔട്ട്പുട്ട്, ഐസിയുടെ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നത് അവിടെയാണ്. പിൻ നമ്പർ 4 എന്ന് പറയുന്നത് ഐസിനെ ഓണാക്കുക ഓഫാക്കുക എന്നുള്ള പ്രൊസീജിയറാണ് റീസെറ്റ് പിൻ ഉദ്ദേശിക്കുന്നത്. പിൻ നമ്പർ 5 എന്ന് പറയുന്നത് കൺട്രോൾ വോൾട്ടേജ്. കൺട്രോൾ വോൾട്ടേജിന് നിങ്ങൾ കൊടുക്കുന്ന വേവ് ഫോമിനനുസരിച്ചാണ് ഐസിയുടെ വിഡ്ത്ത്, ഔട്ട്പുട്ട് വേവ് ഫോമിലെ വിഡ്ത്ത്, വീതി മാറ്റം വരുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ കൺട്രോൾ വോൾട്ടേജ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പിൻ നമ്പർ 6 ത്രെഷോൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. അത് ഔട്ട്പുട്ട് വേവ് ഫോമിനെ നമ്മൾ 0ലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ 0 വോൾട്ടിലേക്ക് താഴ്ത്താനായിട്ടാണ് നമ്മൾ റീസെറ്റ് പിൻ ഉദ്ദേശിക്കുന്നത്. പിൻ നമ്പർ 7 ഡിസ്ചാർജ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഈ പിന്നിലെ ഒരു കപ്പാസിറ്റർ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കണക്ട് ചെയ്യും. ഈ കപ്പാസിറ്ററിന്റെയും ഒരു എക്സ്റ്റേണൽ റെസിസ്റ്ററും അതിന്റെ വർക്കിംഗ് അനുസരിച്ചാണ് നമ്മളുടെ ഔട്ട്പുട്ടിലെ വേവ് ഫോംസ് രൂപപ്പെടുന്നത്.
അപ്പോൾ ആ കപ്പാസിറ്ററിന്റെ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്, മെയിൻ ഡിസ്ചാർജിങ്, അതാണ് നമ്മൾ ഇവിടെ സാധ്യമാവുന്നത്. പിൻ നമ്പർ 8 പവർ സപ്ലൈ പിന്നാണ്. ഇവിടെ നമുക്ക് +5 വോൾട്ട് മുതൽ 18 വോൾട്ട് വരെയുള്ള റേഞ്ചിനടക്കുള്ള വോൾട്ടേജ് അപ്ലൈ ചെയ്ത് IC യെ പ്രവർത്തനക്ഷമമാക്കാൻ സാധിക്കുന്നതായിരിക്കും.